നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനം ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് വാഹനം ഓവർടേക്ക് ചെയ്യുന്നത്. പക്ഷേ എത്ര പേര് വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്കാണ് നമ്മൾ വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്? ഈ കാണിക്കുന്നൊരു വീഡിയോ, അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഫസ്റ്റ് കാര്യമെന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ മിറേഴ്സാണ്. അതായത് മിറർ നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെൻറ്റർ പോർഷനിലും 3 മിറേഴ്സ് വരുന്നുണ്ട്. അതായത് സെൻറ്ററിൽ ഒരു മിററും കൂടെ കൂട്ടി 3 മിറേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മിററിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നൊരു വാഹനം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും റൈറ്റ് സൈഡിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ മിറർ നോക്കും, റൈറ്റ് സൈഡിൽ വാഹനം വല്ലതും കയറി വരുന്നുണ്ടോ എന്ന് നോക്കും, ഓവർടേക്ക് ചെയ്യും. ഇത് ശ്രദ്ധിക്കണം. അതായത് മിറേഴ്സ് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളൊരു വാഹനം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി. ആദ്യത്തെ പോയിൻ്റ്, അതായത് റൈറ്റ് സൈഡിലെ മിറർ മാത്രമല്ല സെൻറ്റർ മിററും കൂടെ നമ്മൾ നോക്കണം. കാരണം റൈറ്റ് സൈഡിലെ മിറർ നമ്മൾ നോക്കുമ്പോൾ ആരും കയറി വരുന്നത് കാണില്ല. അങ്ങനെ കാണാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് വാഹനം കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അവിടെ ഉണ്ടാകുന്നൊരു തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനം ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടോ, അതായത് അവർ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണോ എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ബാക്കിലത്തെ മിററും റൈറ്റ് സൈഡിലെ മിററും നോക്കിയതിന് ശേഷം മാത്രം നമ്മളൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനം കൂടെ കയറി വരികയാണെങ്കിൽ അതൊരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിറേഴ്സ് മസ്റ്റായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ഇനി നിങ്ങൾ മിറർ നോക്കാതെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, അതായത് ബൈക്ക് ഓടിക്കുന്ന ആളാകട്ടെ കാർ ഓടിക്കുന്ന ആളാകട്ടെ, ആര് വാഹനം ഓവർടേക്ക് ചെയ്താലും ബാക്കിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൃത്യമായി നിങ്ങൾ ഓർത്തോണം. കയറിക്കഴിഞ്ഞാൽ, അതായത് റൈറ്റ് കയറി ഫ്രണ്ടിലത്തെ വാഹനം ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മളത് കയറി ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കി വേണം കയറാൻ. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടോ, നമുക്ക് കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്ന് വ്യക്തമാക്കിയതിന് ശേഷം മാത്രം ഓവർടേക്ക് ചെയ്ത് കയറാവുള്ളൂ. രണ്ടാമത്തെ പോയിൻ്റ്, നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണം. ഇപ്പം ഞാനൊരു ഹസാർഡാണ് ഓണാക്കിയിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഇതുപോലെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ്സ്, അതായത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഓണാക്കണം. ഹസാർഡ് ഓണാക്കാൻ ഞാൻ പറയത്തില്ല, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഓണാക്കണം. എന്തിനാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പുറകിൽ വരുന്ന വാഹനത്തിനെയും മുമ്പിൽ വരുന്ന വാഹനത്തിനെയും അറിയിക്കണം നമ്മൾ വാഹനമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ വരുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു വാഹനത്തിൻ്റെ ബാക്കിൽ നിൽപ്പുണ്ട്, നമ്മുടെ ബാക്കിൽ വേറൊരു വാഹനമുണ്ട്, നമ്മൾ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇവൻ റൈറ്റിലോട്ട് കയറുകയാണ് എന്നുള്ളൊരു സൂചന. ഇനി ഫ്രണ്ടിലുള്ള വാഹനത്തിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാസ് ബൈയും കൂടെ കൊടുക്കാം. അതായത് ഹെഡ്ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യിക്കുക. ഒരു പാസ് ബൈയും കൂടെ കൊടുത്തതിന് ശേഷം റൈറ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് റൈറ്റ് പാത്തിലോട്ട് കയറി നേരെ കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. അതായത് ലെഫ്റ്റിലോട്ട് നമ്മൾ കയറുകയാണെന്നുള്ളത് പുറകിലുള്ള വാഹനത്തിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ ഇടുക. അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് പുറകിലുള്ള വാഹനത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ ആ ഡ്രൈവർ കുറച്ചൊന്ന് സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും. അന്നേരം നമുക്ക് സുഖമായിട്ട് ലെഫ്റ്റിലോട്ട് കയറാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാൻ ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. കാരണം പലരും വിട്ടുപോകുന്നൊരു കേസാണ്. അങ്ങനെ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് തൊട്ട് പുറകെ വരുന്ന വാഹനത്തിന് മനസ്സിലാവും നിങ്ങൾ കയറുന്നുണ്ട്. അതുകൊണ്ട് ആ വാഹനം ഓവർടേക്ക് ചെയ്യാതിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കണം. ഏത് സൈഡിലോട്ട് കയറുന്നു, ഏത് സൈഡിലോട്ട് തിരിച്ച് കയറുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുറകിൽ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിക്ക് ചെയ്യുകയും വേണം. പുറകിൽ മാത്രമല്ല ഫ്രണ്ടിൽ വരുന്നത്. കാരണം നമ്മൾ റൈറ്റിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ വരുന്ന വാഹനത്തിൻ്റെ വ്യക്തിക്ക് മനസ്സിലാവണം നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇനി ലെഫ്റ്റിലോട്ട് കയറുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാം എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കണം. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ വാഹനം ഒരു വളവ് തിരിക്കുകയാണ്, അതായത് നല്ലൊരു കേവ് എടുക്കുകയാണ്. ഒരു വളവ് തിരിക്കുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം ഒരു വളവ് തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു ടേണിങ്ങിൽ നമ്മൾ വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, വളവാണോ എന്താണെന്നൊന്നും നോക്കുന്നില്ല, ചുമ്മാ അങ്ങ് കയറിപ്പോക്കോളും. ഭാഗ്യത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ റെഡിയായിട്ട് ഇവരിങ്ങനെ കയറി പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡിയാണ്. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നൊരു വ്യക്തി അത് റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കത്തില്ല. പക്ഷേ അവർക്ക് ബ്രേക്ക് ചവിട്ടി കിട്ടാതെ വന്ന് ഇടിക്കുമ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ട് അത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വളവ് തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കൊടുത്തിരിക്കുന്ന ലൈൻ്റെ ഓപ്പോസിറ്റ്, അതായത് റൈറ്റ് സൈഡിലെ റോഡിലോട്ട് നിങ്ങൾ കയറാൻ പാടില്ല. നിങ്ങൾ പോകുന്ന റൂട്ട്, അതായത് ലെഫ്റ്റ് സൈഡ് മാത്രം കീപ്പ് ചെയ്ത് പോവുക. കാരണം നമ്മുടെ റോഡുകളിൽ കൊടുത്തിരിക്കുന്ന ലൈൻസ് വളരെ
പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കി മാത്രം വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു വളവിൽ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യരുത്. ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് 99% കൂടുതലാണ്. നാലാമത്തെ പോയിന്റ്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് വേറൊരു വാഹനം പോകുന്നു, ആ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് വേറൊരു വാഹനം പോകുന്നു. അതായത് ഒരു നിരയിൽ തന്നെ 3 വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നത് നല്ല രസമാണ്. കാരണം ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്ര ഇതായിട്ട് പറയുന്നത്. നല്ല രസമാണ്, ആ ഫീൽ എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻസ് നമ്മളായിട്ട് തന്നെ കൂട്ടുകയാണ്. ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി അതിൻ്റെ തെറ്റുകളും ശരിയും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഉറപ്പായിട്ടും ഓരോ വീഡിയോസും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു വാഹനം മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ വാഹനം ഓവർടേക്ക് ചെയ്ത് കയറിയതിന് ശേഷം മാത്രം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുന്ന അവനെയും കൂടെ കൂട്ടി ഓവർടേക്ക് ചെയ്യുക എന്നുള്ള വിചാരം തെറ്റാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ഈ പറഞ്ഞൊരു കാര്യം. 5ാമത്തെ പോയിൻ്റ്, വാഹനം സേഫ് അല്ല എന്നുള്ള രീതി അറിഞ്ഞിട്ടും, അതായത് ഓവർടേക്ക് ചെയ്യുന്നത് സേഫ് അല്ല എന്നറിഞ്ഞിട്ടും റിസ്ക് എടുത്ത് ഓവർടേക്ക് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അത് ഏറ്റവും വലിയ തെറ്റാണ്. എന്താണ് ഈ റിസ്ക് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വാഹനം വരുന്നുണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വാഹനം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചാൻസസ് എടുക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. കയറി നോക്കാം, ചിലപ്പോൾ കയറുമായിരിക്കും. ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം ചിലപ്പോൾ കയറുമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം അവിടെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് മാത്രമായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം. അതിലും ആൾക്കാരുള്ളതാണ്, അവർക്കും ജീവിക്കാനുള്ളതാണ്. ഇതെല്ലാം ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ വരണം. അതുകൊണ്ട് വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം. ഒരു കാര്യം കൂടെ, അതായത് 6ാമത്തെ ഒരു പോയിൻറ്റും കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. രാത്രി വാഹനം ഓടിക്കുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യുന്നത് അത്രയും ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ചെയ്യാവുള്ളൂ. കാരണം പകൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് പോലെയല്ല രാത്രി ചെയ്യുന്നത്. കാരണം രാത്രി ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതും വാഹനമൊക്കെ തന്നെയല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നൊരു കാര്യം, രാത്രി നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കൂടുതലും നമ്മൾ ഓടിക്കുന്നത് വാഹനത്തിൻ്റെ വെട്ടം കൊണ്ടാണ് ഓടിക്കുന്നത്. അതിൽ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒട്ടും വെട്ടമില്ലാത്ത വഴിയിൽ കൂടെ പോകുന്ന സമയത്ത്, ഒട്ടുമിക്ക വഴികളും അങ്ങനെയാണ്, അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഒരു ലൈറ്റ് മാത്രം, അതായത് ഹെഡ് ലൈറ്റിൽ ഒരെണ്ണം മാത്രം കത്തുന്നുള്ളതായിരിക്കും. സംശയിച്ചാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ബൈക്കാണെന്ന് വിചാരിച്ച് നമ്മൾ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞ് വാഹനത്തിൻ്റെ അടുത്തെത്തുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു പോകും. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ എടുത്തു പറയുന്നൊരു കാര്യമാണ്. റിസ്ക് എടുത്ത് ഒരു കാരണവശാലും വാഹനം ഓവർടേക്ക് ചെയ്യരുത്. രാത്രി വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്തോ പ്രത്യേകിച്ച് നമുക്ക് കാഴ്ച കുറച്ചുകൂടെ കുറയുന്നൊരു ടൈമാണ്, ഇരുട്ടായതുകൊണ്ട്. പകൽ വെട്ടത്തിൽ നമ്മൾ കാണുന്ന പോലെ അല്ല, രാത്രി നമ്മുടെ വാഹനത്തിൻ്റെ വെട്ടം കൊണ്ട് കാണുന്നതാണ്. അപ്പോൾ അന്നേരം നമ്മുടെ വിസിബിലിറ്റി കുറച്ചുകൂടെ കുറയും. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് മാത്രം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഓവർടേക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. റോഡുകൾ ശരിക്കും പറഞ്ഞ ഒരു കളിസ്ഥലമല്ല, നമ്മുടെ വാശി തീർക്കേണ്ട സ്ഥലമല്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോയിൻറ്റുകൾ ഒന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യാതെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം.